കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കായി കർത്താവ് സ്വർഗവും സ്വർഗാതിസ്വർഗവും തുറന്ന് പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം നമ്മളുടെ മേൽ ഒഴുക്കി നമ്മളെ ശക്തിപ്പെടുത്തുന്ന കൃപയ്ക്കായി അനുദിനവും നമ്മൾ നന്ദി പറയുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. ഹല്ലേലൂയ. നമ്മുടെ ഒരു കാൽവെപ്പ് പോലും, നമ്മുടെ ഓരോ ചലനങ്ങൾ പോലും കർത്താവിൻ്റെ കയ്യിൽ മനോഹരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങളൊക്കെയും ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു അങ്ങയുടെ തിരുവുള്ളം. അങ്ങ് സർവ്വതും എല്ലാം ഒന്നും കുറയാതെ മനുഷ്യർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവേ, അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നൽകുന്നു. ദൈവമേ, ആ അങ്ങയുടെ കരമാണ്, അങ്ങയുടെ വാഗ്ദത്തമാണ്, അങ്ങയുടെ ഓരോ മൊഴികളുമാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആശ്വാസം ലഭിക്കണമെങ്കിൽ നമ്മളുടെ സ്വർഗീയ പിതാവിൽ നിന്ന് നമ്മൾ പഠിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയ പിതാവ് നമ്മളോട് പറഞ്ഞത് എന്താണ്? നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എങ്ങനെയാണ്? കൂടെ നടന്ന ശിഷ്യന്മാരെ പോലും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച മനോഹരമായ പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവെന്ന്. അപ്പം നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നമ്മളോട് ക്ഷമിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മാണിക്യക്കല്ലായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും വിശ്വസ്തതയും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ഇരിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ ഹിതമാണ്, എൻ്റെ ഹിതമല്ല കർത്താവേ. ഞാൻ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഒരുക്കിയ ഈ സമയം ദൈവമേ, ഞാൻ എല്ലാവരെയും, എൻ്റെ സ്നേഹിതരെ, ബന്ധുമിത്രാദികളെ, സഹോദരങ്ങളെ, മക്കളെ, കുഞ്ഞുമക്കളെ, എൻ്റെ ഭർത്താവിനെ, എനിക്ക് ദാനമായി തന്ന എൻ്റെ മക്കളെ, മരുമക്കളെയും കുഞ്ഞുമക്കളെയും എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പിതാവേ, പിതാവേ, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഹല്ലേലൂയ. പരിശുദ്ധനായ പിതാവേ, ഇന്നേ ദിവസം അങ്ങ് അനേകായിരം ജനങ്ങൾക്ക്, കോടാനുകോടി ജനങ്ങൾക്ക് നന്മകൾ ചൊരിയുമ്പോൾ കർത്താവേ, അടിയനെയും കുടുംബത്തെ ഓർക്കണം. അടിയൻ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങൾക്ക് വേണ്ടിയും അവരെല്ലാം അങ്ങ് ഓർക്കണം കർത്താവേ. അവർക്ക് വേണ്ടുന്ന എല്ലാ കൃപകളും അങ്ങ് നൽകണം പിതാവേ. ഹല്ലേലൂയ. അങ്ങ് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. എൻ്റെ പിതാവ് പരിശുദ്ധൻ. എൻ്റെ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ ഞങ്ങളും പരിശുദ്ധരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപയാൽ നിറയ്ക്കണമേ കർത്താവേ. അനന്തകോടി നന്മ കൊണ്ട് നിറയ്ക്കണമേ പിതാവേ. ഹല്ലേലൂയ. അങ്ങ് പരിശുദ്ധൻ, 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 പരിശുദ്ധൻ. കർത്താവേ, അങ്ങ് പരിശുദ്ധൻ. നീതിമാനേ, അങ്ങ് പരിശുദ്ധൻ. അപ്പാ പിതാവേ, അങ്ങയുടെ കൃപയിൽ പൊതിഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, അവർക്ക് ആവശ്യമായ എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിൽ കുറവുകൾ വരുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. തലയിൽ ഈ തുണി ഇടാനൊക്കുന്നില്ല, കാരണം ഞാനിപ്പോൾ ജെറുസലേമിലാണ്. ഒരു ഭവനത്തിൽ ഒരു അമ്മച്ചിയെ നോക്കാൻ നിൽക്കുവാണ്. ഞാൻ വേസ്റ്റ് കളയാൻ താഴെ വന്നപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർത്തൊന്ന് പ്രാർത്ഥിച്ചു, അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളാരും പരുവവും വിചാരിക്കരുത്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ക്ഷമിച്ച് സദയം ദൈവത്തെ മഹത്വപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.